തേടേണ്ടത് ശിർക്കല്ല. ഇത് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. വസീലത്ത് ശിർക്കറ നിസ്സാര കാര്യമല്ല. അതായത് ശിർക്കിലേക്ക് കൂട്ടുന്നത്, ഹറാമിലേക്ക് കൂട്ടുന്ന കാര്യം ചെയ്യലും ഹറാമല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കള്ള്, മദ്യപാനം ഹറാമാണ്. നിങ്ങളുടെ വീട്ടിലൊരു പനുണ്ട്, കള്ള് ഉണ്ടാക്കാൻ ആ പന ചെത്താൻ കൊടുക്കുന്നതിന്റെ ഹുക്കം എന്താ? എന്താന്ന് പറഞ്ഞു? ഹറാമല്ലേ? ഹറാമിലേക്ക് കൂട്ടുന്ന വസീലത്തുൽ ഹറാമു ഹു ഹറാമുൻ, ഹറാമിലേക്ക് കൂട്ടുന്നത് ഹറാമാണ്. അതാണ്. അപ്പൊ അത് വസീലത്തു ശിർക്കുള്ളൂ. എന്തോ ഒരു നിസ്സാരണോ, ശിർക്കിലേക്ക് എത്തിയുള്ളൂ, പക്ഷെ ശിർക്കാകൂല. ഇങ്ങനെ ശിർക്കുള്ള സമീപം ഇസ്ലാം അങ്ങനെ കാണുന്നത്. അത് പറഞ്ഞപ്പോ ഞാൻ ഒരു ചെറിയ തെറ്റിദ്ധാരണ വേഗം നീക്കിയതാ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഒരു സുഹൃത്തൊരു മസല വെച്ചല്ലോ, ഈ ജിന്നിനോട് തേടുന്ന സഹോദരങ്ങളോട് തുറന്ന് സ്കരിക്കാൻ പറ്റുമോ? അപ്പൊ സുന്നികളോടോ അതിൽ കൺഫ്യൂഷൻ വരണ്ട. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നു തോന്നുന്നു. ഒരു പൊതു തത്വം പറയുമ്പോ സുന്നികൾ ആര്, ജിന്നിനോട് തേടുന്നവരാര്? നമുക്ക് അവരൊക്കെ മുസ്ലിമീങ്ങൾ എന്നാ പരിധിയിലേക്ക് കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എന്നാ വ്യക്തിനെടുത്തോളം കാഫിറോ മുശ്രിക്ക് നമുക്ക് ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ A.P. അബ്ദുൽ ഖാദർ മൗലവി ആകട്ടെ, CP ആവട്ടെ, പാണക്കാട്ട കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാര് ഇമാമിക്കുമ്പോ, ഉദാഹരണം ഇവിടെ മങ്കട അബ്ദുൽ അസീസ് മൗലവി മരിച്ചപ്പോ പാണക്കാട് തങ്ങൾ ഇമാമുന്നു, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ തുടർന്നു അല്ലേ? അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഇനി നമ്മക്കാർക്കും ഇപ്പൊ ഇനി വാപ്പ മരിച്ചു, മുതലോലിക്ക് കൊടുത്തോ, നമ്മൾ അവരെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നില്ല. നമ്മൾക്ക് എന്താണ്ടോ കുടുംബബന്ധം ചേർന്നോടത്തോ, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലും മറവ് ചെയ്യുന്ന വിഷയത്തിലോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ പള്ളി മഹല്ല് മുജാഹിദിന്റെ അവിടെ ഖബർസ്ഥാനുണ്ട്. ഒരു സുന്നി മരിച്ചു, ഓനെ മയ്യത്ത് കൊടുന്ന ഇത് ചെറുമന്റെ മയ്യത്തിന്റെ മയ്യ കൊണ്ടുപോന്ന് പറയും നമ്മള്? ഇല്ല, ആ മയ്യത്തുസ്കാത്ത് കൂടൂലേ? ഒരു തത്വം പറയുമ്പോ, ഒരു ഹുക്മ് പറയുമ്പം ആമായിട്ട് പറയാന്ന് പറയും, പൊതു തത്വേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഹാസ് വരും. എങ്ങനെ? ഇപ്പൊ എന്റെ വാതിക്കല് പള്ളിയുണ്ട്, സുന്നി പള്ളിയാണ്. ആ മൂല്യാർക്ക് കിട്ടിയ അയാൾക്ക് ഈ കുത്തുബിയത്തിൽ എല്ലാവരും മരിച്ചവരെ വിളിക്കലാണ്. അവിടെ എന്റെ മനസാക്ഷി തീരുമാനം എടുക്കണം. ആ ഖുറാഫാത്ത് ചെയ്യണ മൂല്യാരോട് തുടരണ്ടേ? എനിക്കത് ശരിയില്ല, നീ തുടരണ്ട. പക്ഷെ മൊത്തത്തിൽ സുന്നികൾ തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരൊക്കെ മുശ്രിക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അവരെ മുതൽ അനന്തരെടുക്കാൻ പറ്റുമോ? പറ്റൂല. അവരെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ കുഴിച്ചിട്ട് മറവ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ഒക്കെ പറയാൻ പറ്റുമോ? അപ്പൊ ഓവറാല ഒന്നും വേണ്ട. നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാരും പണ്ഡിതന്മാരും കണ്ടമാക്കി ചെയ്താൽ മതി. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അനുഭവമുണ്ട്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വളരെ മോശമാണ് ആ പള്ളിയത്തെ ഇമാമ് തൗഹീദിന്റെ വിഷയത്തിൽ വെച്ച് പുലർന്നെങ്കിൽ തുടരണ്ട. പക്ഷെ പൊതു തത്വം പറയണ്ട. അത് തെറ്റിദ്ധരിക്കാതിരിക്കുക. എന്നോട് ചില സഹോദരങ്ങൾ പറഞ്ഞ് ശരിയായോ? അതേ ശരി അല്ലേ ഞാൻ പറഞ്ഞ അതന്നെയല്ലേ? അല്ലേ അങ്ങനെയല്ലേ? അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പൊ എന്റെ സഹായം നിങ്ങളെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ സലാഹി ഇത് പറഞ്ഞു, ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു. അല്ലാതെ സുന്നികളുമായിട്ട് മരിച്ചോലോടും ജാറത്തുകളും ഒക്കെ പോയിക്കോളി എന്നു സക്കരിയ സലാഹി പറയുന്നുണ്ട്. അള്ളാഹു ആണേ സത്യം, ഞങ്ങൾ ആരും അങ്ങനെ പറയില്ല മൂപ്പരെ പറ്റി. അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. മൂപ്പർ ഇതിലായ കുഴമ്പൻ സമീപനാണ്. മൂപ്പർക്ക് ഒരു ബാധ്യതയില്ല. മറ്റേ ഇമാമോ മറ്റേ ഹോജ എന്ത് ചെയ്തു നോക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുമില്ല, നമുക്കുമില്ല. നമ്മുടെ മുമ്പ് ഖുർആൻ എന്തു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹിയായ സുന്നത്ത് എന്ത് പറയുന്നു, അതാണ് എടുക്കുക. ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഹദീസിന്റെ വിഷയം പറഞ്ഞു. നമ്മൾ ഈ ഹദീസിന്റെ വിഷയം അണ്ണാക്കിൽ നിന്ന് മുഴപ്പിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു ഹദീസ് പറഞ്ഞേട്ടെ. ഖുർആനിലെ അഫലം യതബയ്യൻ എന്നുള്ളത് അഫലം യൈഅസ് എന്ന അബദ്ധത്തിലപ്പ ഖുർആനിലുള്ളത്. നമ്മൾ അഫലം യൈഅസ് എന്ന ഓതല്. ഇബ്നു അബ്ബാസ് പറയാണ് അത് പൊട്ടത്തരാണ്, അബദ്ധാണത്, അത് അബദ്ധമാണ്. പിന്നെ എന്താ വേണ്ടത്? അഫലം യതബയ്യൻ, ഇതാ വേണ്ടത്. അപ്പൊ ഈ പൊട്ടത്തരം എങ്ങനെ കടന്നുകൂടി? അത് റസൂലുള്ള ഖുർആൻ എഴുതാൻ വേണ്ടി പറഞ്ഞെടുത്തപ്പോ എഴുതുന്ന ആൾക്ക് ഉറക്ക് തൂങ്ങിപ്പോയി. അതിൽ അഫലം യതബയ്യൻ എഴുതേണ്ടത് പേച്ചുകാണ്ട് അഫലം യൈഅസ് എന്നായി പോയതാണ്. ഈ ഹദീസിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ദുർബലല്ല. റിജാലുഹു റിജാലു സഹീഹൈൻ,
100% വിശ്വസ്തരാണ്. ഈ ഹദീസ് നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നുണ്ടോ? ഈ ഹദീസ് എവിടെ കാണാൻ? ഫത്ഹുൽ ബാരി കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാം. ഈ ഹദീസ് മുസ്ലിം ഉമ്മത്തെ നമ്മൾ ആരെയും അംഗീകരിക്കണം? നമ്മളൊക്കെ ഫലം യതബയ്യനല്ലേ ഓതല് അല്ലേ? എന്നാ ഈ ഹദീസ് സഹിയാണ്. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ബുഖാരി മുസ്ലിമിന്റെ പരമ്പരയിൽപ്പെട്ട റിജാലുകൾ സനദിൽ വന്ന അത്രയും പവർഫുള്ളായ ഹദീസ് പോലും നമ്മളത് വലിച്ചെറിയാം. എന്തുകൊണ്ട്? അതല്ല ശരി, അവലം യതബയ്യൻ എന്നു തന്നെയാണ്. അതാണ് മുസ്ലിം ഉമ്മത്ത് കാലം വരെ ഖുർആൻ ഓതിപ്പന്നത്. കഴിഞ്ഞോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. അവിടെ വമാ ഖലഖല്ല എന്ന് മൂപ്പര് പറഞ്ഞു. ഹദീസ് എവിടെ? ബുഖാരിയിൽ എവിടെ? ബുഖാരിയിലെ സഹീഹായ സനദുള്ള ഹദീസ്. അത് വമാ ഖലഖൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ പെട്ടല്ല, അത് അധികപ്പറ്റാണ്. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരൊറ്റ കുട്ടി സുന്നി മുജാഹിദ് അങ്ങനെയല്ലോ അതില് ഇപ്പോഴുള്ള മാർക്കോ അതില് എന്തേ ബുഖാരിയിലെ ഹദീസ് വലിച്ചെറിഞ്ഞ്? അടുത്തൊരു ചോദ്യം ആലോചിച്ചോളി, പഠിച്ചോളി. അള്ളാന്റെ റസൂല് മെഹ്റാജിലേക്ക് പോയി, ഇസ്രാ നടത്തി ഇല്ലേ? നിങ്ങൾ വിശ്വസിക്കില്ല? ആ വെളുത്ത രണ്ടാൾക്കാർ വർത്താൻ ഓല രണ്ടാൾ വിശ്വസിക്കില്ലേ? നിങ്ങൾ രണ്ടാൾ വിശ്വസിക്കൂലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? റസൂലുള്ള മെഹ്റാജിക്ക് പോയി നിങ്ങൾ വിശ്വസിക്കൂലേ? ഇല്ലേ? ഇസ്രാ മിഅ്റാജിക്ക് റസൂലുള്ള പോയി നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇവരൊക്കെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ്, അല്ല വേറൊന്നുമല്ല. ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ മഞ്ചിൽ കൊണ്ടൊന്നുമില്ല. അപ്പോൾ പേടിയും പഠിച്ചിട്ടുണ്ടാ വയറ്റിന് ബേജാറായി. ആണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരത്തിൽ നമ്മളൊക്കെ മഞ്ചിൽ കൊണ്ടുപോകുമെന്ന് പേടിച്ചു. അങ്ങനെയല്ല, മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂല് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. അറിയില്ലേ? അന്ന് തന്നെ 7 ആകാശത്തേക്ക് കൊണ്ടുപോയി. ഓരോ ആകാശത്ത് വെച്ച് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെ കണ്ടുമുട്ടി. ഇതൊക്കെ ഒരു ആത്മീയ ലോകത്ത്. അവിടുന്ന് സിദ്റത്തുൽ മുൻതഹ ഉണ്ട്. സിദ്റത്തുൽ മുൻതഹയുടെ 7 ആകാശത്തിന്റെ അപ്പുറത്ത്. എന്താ സിദ്റത്തുൽ മുൻതഹ? ഖുർആനിൽ പറഞ്ഞ മര, അങ്ങേ അറ്റത്തുള്ള ലാസ്റ്റ് പോയിന്റിലുള്ള ഇലന്തമരം. അവിടെയും പോയി റസൂലുള്ള. അവിടെ നിന്ന് അങ്ങോട്ട് ചില ഹദീസ് അനുസരിച്ച് ജിബ്രീലിന് പ്രവേശനമില്ല. ജിബ്രീൽ അങ്ങോട്ട് പോകാൻ പാടില്ല. അതും വിട്ട് കടന്നു അല്ലാഹുവിന്റെ റസൂൽ, ഹബീബായ റസൂലുള്ളാഹ് റബ്ബുൽ ആലമീനായ റബ്ബുൽ ഇസ്സത്തിനോട് സംസാരിച്ചു. 50 വക്ത് നിസ്കാരം കൊടുത്തു, മടങ്ങി പോന്നു. മൂസാ നബി ഈ ഉമ്മത്തിനോട്, നമ്മളോട് സ്നേഹമുള്ള, നമ്മെ സ്നേഹിച്ച മൂസാ നബി പറഞ്ഞു, മുഹമ്മദ് നബിയെ നിങ്ങളെ ഉമ്മത്തികൾക്ക് കൊണ്ടുനടക്കാൻ കഴിയൂലട്ടോ. ഉമ്മത്തികൾക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല. സാധാരണ നമ്മളൊക്കെ ആണെങ്കിലോ കൊണ്ടുപോട്ടെ, കുടുങ്ങട്ടെ, ഒക്കെ പോകട്ടെ അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ വിചാരിച്ച കൊണ്ടുപോ, കാണാം. എന്റെ ഉമ്മത്തികൾ എന്റെ ഉമ്മത്തികളെക്കാളും ബഹുഭൂരിഭാഗം സ്വർഗത്തിൽ കാണിച്ചതാ. അല്ല, പ്രിയാക്കന്മാര് ശുദ്ധ മനസ്സിന്റെ ആൾക്കാരാ. സ്വാലിഹ്യങ്ങൾ ശുദ്ധ മനസ്സിന്റെ ആൾക്കാരാ. അദ്ദേഹം അള്ളാന്റെ റസൂല് മക്കയിൽ നിന്നു 13 കൊല്ലം നബിയായി ജീവിച്ചു. മക്കയിൽ 13 കൊല്ലം നബിയായ ശേഷം എന്നിട്ട് മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോകുന്നതിന്റെ തലേ കൊല്ലാണ്, അല്ല 10ാം കൊല്ലത്തിലാണ്, അല്ല 7ാം കൊല്ലത്തിൽ, എങ്ങനെയായിരുന്നാലും നബിയായി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കിതാബു തൗഹീദ് വാങ്ങി എഴുതിച്ചോളി, കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ബാബ് അധ്യായം വകല്ലമല്ലാഹു മൂസാ തക്ലീമാ എന്ന ഭാഗത്ത്, ഞാൻ ഇത് എത്ര വിശദമായിട്ട് പറഞ്ഞത്. ഇപ്പൊ പോയിട്ട് ഒരു മൂലിയാറ്റിക്കോ മൗലവി കുട്ടിക്കോ കിതാബ് പഠിച്ചു നോക്കാം. ഇപ്പൊ ഈ നിമിഷം നേരെ പോവുക, ബുഖാരി എടുക്കുക, കിതാബ് തൗഹീദ് എടുക്കുക, അതിലിങ്ങനെ ഓരോ ബാബ് ഇങ്ങനെ വരും. അതിൽ ബാബ് വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചുള്ള ആ ബാബ് എടുക്കുക. അതിൽ ഈ ഹദീസ് കാണാം. എന്നിട്ട് എന്താ പറഞ്ഞു എനിക്കറിയോ?
നബി ഈ ഏഴാകാശത്ത് പോയതും ബൈത്തുൽ മുഖദ്ദസിൽ പോയതും അള്ളായിട്ട് സംസാരിച്ചതും നിസ്കാരം നമുക്ക് ഫർളാക്കി കൊണ്ടുവന്നതും ഒക്കെ നബിയാണ് ഇതിനു മുമ്പായിരുന്നു. റസൂലുള്ളാഹിക്ക് വഹ്യ് കിട്ടുന്നതിന്റെ മുമ്പായിരുന്നു. നമ്മൾ അക്ബർ ഉണ്ടല്ലോ, അക്ബർ സാഹിബ്. ഏതക്ബർ? ആ അക്ബർ തന്നെ. മൂപ്പര് പറഞ്ഞില്ലേ അറബിപ്പയ്യനായിരുന്നു എന്നുവെച്ചാൽ കേവലം ഒരു അറബിപ്പയ്യനായ കാലത്താണ് നിസ്കാരം ഫർളാക്കിയത്, മിഅ്റാജ് പോയത്, അള്ളായിട്ട് സംസാരിച്ച്. മുസ്ലിം ഉമ്മത്തിലെ ഒരു കുട്ടി ഹദീസ് വിശ്വസിക്കുന്നില്ല. എന്നാൽ ബുഖാരിയുടെ സഹിയായ ഹദീസ, പരമ്പരല്ലതാ, സനദില്ല. ഈ ഹദീസ് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ബുഖാരി ഇമാമിന്റെ കിതാബല്ലേ, തെറ്റ് പറ്റൂലല്ലോ. ഇതല്ലേ സക്കരിയ ടീം പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് വിശ്വസിക്കണം കയ്യൊക്കിങ്ങൾ. ഒരു കുട്ടി കയ്യൊക്കിയാണ് അള്ളാന്റെ റസൂല് മിഅ്റാജ് പോയ നിസ്കാരം കൊണ്ടെന്നൊക്കെ. മിഅ്റാജ് പോയതൊക്കെ എന്നാണ്? നുബുവത്തിന്റെ മുമ്പാണ്, നബിക്ക് വഹ്യ് കിട്ടുന്നതിന് മുമ്പ്. ഈ ആശയം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കയ്യൊക്കുക മുസ്ലിം ഉമ്മത്തുനിന്ന്. എന്താ ബുഖാരിയുടെ ഹദീസല്ലേ? എന്നിട്ട് ബാലു പറയേ ഈ ഹദീസ് നമ്മൾ മാറ്റി നിർത്തിയാല് ഹദീസിന് ശരി നരകത്തേക്ക് പോകും. ഇമാം ഖത്താബി ഹദീസിനെ പറ്റി പറഞ്ഞത് തിരിയോഗ്യ ഫത്തുൽ ബാരി എന്ന് വായിച്ചു. എന്തിനാ ഞാൻ അതിനോട് പറഞ്ഞത്? ഫത്തുൽ ബാരി എന്ന് പറഞ്ഞ സാധനം തന്നെ മറിച്ചോക്കിന്റെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് അറിയാം. ആ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ? ഇങ്ങനെ വന്നോളൂ, മേശക്ക് ധൈര്യത്തിൽ വന്നോളൂ. ഇതാ ഫത്തുൽ ബാരിന് അച്ഛനിക്ക് ഇങ്ങനെ ഫോട്ടോഷാറ്റ് എടുത്തു തുടങ്ങാം. നിങ്ങൾക്ക് കാണാൻ ആർക്കെങ്കിലും? അപ്പൊ എന്റെ സഹോദരന്മാരെ, ബുഖാരി മുസ്ലിമിൽ മിക്കവാറും ഹദീസിന്റെ വിഷയത്തിൽ ആരും ചോദിക്കണം, എല്ലാവർക്കും കേൾക്കുന്ന ചോദ്യമാണ് നബിക്ക് സീറ് വലിച്ചതും ഹദീസിന്റെ വിഷയം. അപ്പൊ ആരും ചോദിക്കണം, ഞാൻ ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്പൊ ഇവിടെയുള്ള സമീപനം എന്താ? ബുഖാരി ഇമാം ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാണ്. ഹദീസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ത്യാഗം നടത്തുകയും ചെയ്തൊരു മഹാനാണ്. അസഹൽ കുതുബി ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും സത്യസന്ധമായ കിതാബാണ് ബുഖാരി. പക്ഷെ ഇമാം ബുഖാരി ആ കാലഘട്ടത്തിൽ പലരിൽ നിന്നും കേട്ടത് ക്രോഡീകരിച്ച് എഴുതി വെച്ചതാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഇൻസാൻ കാമിലല്ല, എന്നുവെച്ചാൽ സമ്പൂർണ്ണ മനുഷ്യനല്ല. ഇൻസാൻ നാക്കിസ് വരുന്ന, ന്യൂനത വരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ചില അബദ്ധങ്ങൾ വന്നേക്കാം, ബോധപൂർവം അദ്ദേഹം ചെയ്യുന്നതല്ല. അങ്ങനത്തെ അബദ്ധം ഇതുപോലെ ആലിമികൾ നമുക്ക് വിവരിച്ചു തന്നപ്പോ ബുഖാരി ഇമാം മഹാനായി കൊണ്ട് തന്നെ ഈ അബദ്ധം നമ്മൾ മാറ്റിക്കുക. ഇതിലെന്തെങ്കിലും വല്ല മോശക്കേടുണ്ടോ? ഉണ്ടോ? അള്ളാഹുന്റെ റസൂല് മിഅ്റാജിലേക്ക് പോയത് നുബുവത്ത് കിട്ടി നബിയായതിനു ശേഷം അള്ളാഹു ആദരിച്ചു കൊണ്ടുപോയതാണ്. ഇതല്ലേ നമ്മൾ ഹബീബിനെ പറ്റി വിശ്വസിക്കേണ്ടത്? അതിനല്ലേ സത്യം? നബിയാകുന്നതിന് മുമ്പാണ് നിസ്കാരം ഫർളാക്കി വരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വല്ല ബാധ്യതയുണ്ടോ? മക്കത്തേതോ ഒരു മുഹമ്മദ് എന്നല്ലേ അങ്ങനെ മനുഷ്യൻ വിചാരിക്കുക. നമുക്കൊരു ബാധ്യത വന്നുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു അയച്ച അള്ളാഹുവിന്റെ ദൂതൻ, അള്ളാഹ്ക്ക് പറയാള് പറഞ്ഞയച്ച ആള്. ആ ആള് കൊണ്ടുവരുന്നത് അള്ളാഹ് പറയുന്നതാ. അപ്പൊ നമുക്ക് തള്ളാൻ പറ്റൂല. മക്കത്തെ ഏതോ ഒരു മുഹമ്മദ് പറഞ്ഞ് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഒരു ബാധ്യത നമുക്കില്ല. അപ്പൊ ഖബല അൻ യൂഹാ ഇലൈഹി, ഈ ഹദീസിൽ എന്ത് ചെയ്യണം? എവിടെയോ മിസ്റ്റേക്ക് കടന്നുകൂടിയ. ഇത് നമ്മളെ പറയണുള്ളൂ അല്ല, നബവിമ ശക്തമായി എതിർത്തു ഈ ഹദീസിനെ. എവിടെ കാണാം? ഫത്തുൽ ബാരി പോയി മറിച്ചു നോക്ക്. ഇമാം ഖത്താബി ശക്തമായി രൂക്ഷമായി വിമർശിച്ചു. എവിടെ കാണാം? ഫത്തുൽ ബാരി കാണാം. ഇമാം ഇബ്നു ഖയ്യിമുൽ ജൗസി, ആരാ ഇബ്നു ഖയ്യിമുൽ ജൗസി? ഇബ്നു തൈമിയ്യയുടെ മഹാനായ ശിഷ്യൻ, സാദുൽ മഅദ് അടക്കം ധാരാളം കിതാബ് എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹം ഈ ഹദീസ് അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. സക്കരിയാക്കളുടെ വാദത്തിൽ ഇമാം പഴിച്ചുപോയി. കാരണം ബുഖാരിയുടെ ഹദീസിനെ അദ്ദേഹം മാറ്റിച്ചു. ഇബ്നു തൈമിയ്യ പഴിച്ചുപോയി, നരകത്തേക്ക് പോയി. ഇത് കൊടുത്ത ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം പഴിച്ചുപോയി, നരകത്തേക്ക് പോയി. കാരണം എന്താ? ബുഖാരിയുടെ ഹദീസ് മാറ്റിച്ചു. ഇബ്നു ഖയ്യിമും പഴിച്ചുപോയി. പിന്നെ തിരിഞ്ഞോനേതാ? ഇന്നന്റെ ശേഷം ആ ഇന്നന്റെ ഇസ്മിന് ഫതഹാണോ അടിയിലാ വരാൻ മുകളിലാ വരാനുണ്ടെന്ന് അറിയാത്തവന്. അതിന്റെ കൂട്ടത്തിൽ ഒരാളെ ഉണ്ടായ സംഭവം വഹും അലൈഹി ഒമാഹും അലൈഹി, അങ്ങനെയാണ്. അത് ഒമാ ഹമ്മ അലൈഹി എന്ന് വായിച്ചു. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ.
ഹും അറബിയിൽ എഴുതും ഹമ്മാൻ അറബിയിൽ എഴുതും ഒക്കെ ഒരേ മരിക്കാം. ഹാദ് എഴുതും പിന്നെ മീമു എഴുതും. അത് അറബി തിരുവനന്തപുരം തിരിയും അത് ഒമാ ഹും എന്നാണോ ഒമാ ഹമ്മാനാണോ? ആ അറബിയായിട്ട് ബന്ധമില്ല, കിതാബായിട്ട് ബന്ധമല്ല. ഓം വായിച്ചു ഒമാ ഹമ്മാനി ഒമാഹും അലേഹി, അവരതിന്മേലായ ആ വിഷയം. ഇതാണ് ഈ ആൾക്കാരുടെ തിരുവാട്. എന്നിട്ട് ലോകത്ത് കഴിഞ്ഞു പോയ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാന്മാര് ഇവരൊക്കെ നരകത്തിലാണ്, ഇവർക്കൊന്നും തിരിയാത്തവനാണ്. പിന്നെ എനിക്ക് നല്ലോണം തിരിയാം. എന്താ എന്റെ ക്വാളിഫിക്കേഷൻ? ഞാൻ കാള കൂട്ടിയിട്ടുണ്ട്, മൂല്യനെ കണ്ണൂട്ടിയിട്ടുണ്ട്, പാറക്കോരി പണിയെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒക്കെ തേഞ്ഞോനാ. അപ്പൊ ഇവര് തൈമിയെ മൂപ്പർക്ക് തിരിയില്ല. ഇമാം ബുഖാരിക്കോ മൂപ്പർക്കും തിരിയില്ല. എന്താ ഇമാം ബുഖാരിനെ ഞാൻ പറയാൻ കാരണം, മുസ്ലിങ്ങളുടെ ഹദീസിനെ പറ്റി ഇമാം ബുഖാരി പറഞ്ഞെന്താണോ, ഈ ഹദീസ് അള്ളാന്റെ റസൂല് പറഞ്ഞതല്ല, ഇത് ജൂതന്മാരുടെ കള്ളക്കഥ മുസ്ലിമിന്റെ ഇമാം മുസ്ലിമിന്റെ സഹീന് കടന്നുകൂടിയതായിരിക്കാന്ന വിഷയം. കുതിരകല്ലത് എന്താ പറഞ്ഞത്? ഇത് റസൂലുള്ള പറഞ്ഞ ഹദീസല്ല. ഏത് ഹദീസിനെ പറ്റി? വാഹുവിനെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സിഹറിന്റെ ഹദീസ് ബാക്കി വിഷയിക്കാണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഹദീസിന് ചോദ്യം വരെ കൂടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പറഞ്ഞത് ആ വിഷയം മാത്രം. പിന്നെ ഭൂമി, ആകാശഭൂമി എത്ര ദിവസം കൊണ്ട് പടച്ചു നമ്മൾ കേട്ട് പഠിച്ചക്കാലം വരെ ഖുർആനിൽ 6 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഉത്തരം പറഞ്ഞാണ്? സമാവാത്തു അല്ലാഹു ഖലഖല്ലാഹു സമാവാത്തിനും അർളിൻ എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ പഠിച്ചത് മുജാഹിദുകളെ? ഫീ സിത്തത്തി അയ്യാമിൻ 6 ദിവസത്തിലായി പടച്ചു. അത് 6 സ്ഥലത്തുള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 6 സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞു. ആകാശഭൂമി അള്ളാഹ് പടച്ചത് 6 ദിവസത്തിലായും കൊണ്ടാണ് എന്ന വിഷയം ഖുർആൻ 6 സൂറത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം മുസ്ലിമിന്റെ ഹദീസിലുള്ളത് ഈ ഭൂമിയും ഇതിലുള്ള വിഷയങ്ങളും മാത്രം 7 ദിവസം കൊണ്ട് പടച്ചൂല. ഹദീസ് ഫുള്ള് വായിച്ചെങ്കിൽ പറഞ്ഞോളി, സമയമില്ലായ്മ കൊണ്ട് എന്റെ അടുത്ത് വേണ്ട, എന്റെ അടുത്തുണ്ട്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ 7 ദിവസം കൊണ്ട് ഭൂമി, അതിലെ മല, അതിലെ വെറുക്കപ്പെട്ട കാര്യം, അതിലെ പിന്നെ തൂണുകൾ, മണ്ണുകൾ, ഇങ്ങനത്തെ വിഷയം ഭൂമി മാത്രം പടക്കാൻ അവ 7 ദിവസം എടുത്തുന്ന. ആകാശോ പറഞ്ഞില്ല. ഈ ഹദീസിനെ പറ്റി ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിമർശിച്ചു. വിശ്വസിക്കാൻ പറ്റൂല, ഖുർആൻ എതിരാണത്. ഖുർആനിൽ അല്ലാഹ് പറയാ ഈ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ, അല്ലാഹു 6 ദിവസത്തിൽ സൃഷ്ടിച്ചു. ഹദീസിൽ പറയുക 7 ദിവസം കൊണ്ട് ഭൂമി മാത്രം പടച്ചു. എങ്ങനെ വിശ്വസിക്കാം? ഈ ഹദീസിനെ പറ്റി ഇമാം ബുഖാരി പറഞ്ഞു, ഇത് റസൂലുള്ളാഹ് പറഞ്ഞല്ലോ. വയഹ്തമിലു അൻ യകൂന മിൻ ഖിസ്സത്തി കഅബിൽ അഹ്ബാർ. കഅബിൽ അഹ്ബാർ ജൂതനിൽ ഒരു കാലത്ത് ഈ ജൂതായുസത്തിൽ നല്ല പുതുമുള്ള നോവൽ ഇങ്ങനെ കൊടുന്നുകൊണ്ട് മദീനത്തെ സഹാബത്തിന് പറഞ്ഞ ഹരം പിടിപ്പിച്ചിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം മുസ്ലിമായി. എങ്ങനെ? കഅബുൽ അഹ്ബാറിന്റെ പണി യഹൂദിയായിരുന്നു. യഹൂദികൾ വലിയ കഥ പറയൽക്കാരാ, കെട്ടുകഥകൾ, കള്ളക്കഥകൾ. അത് യഹൂദികളിൽ നിന്ന് പഠിച്ചിട്ട് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ സഹാബികൾക്ക് ആ കഥ പറഞ്ഞ് രസിപ്പിച്ചിരുന്നു. ആ പണി കൂടെ കടന്നുകൂടിയതായിരിക്കാം ഈ കഥ, അല്ലാതെ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്നാ. അപ്പൊ ഹദീസിന് ശരി ആരാ? ബലഭാഷയില് ഇമാം ബുഖാരി. ഇമാം ബുഖാരി എടുക്കു പോവും, നരകത്തിൽ പോവും. സുബ്ഹാനല്ലാഹ്, പറയണ നാവിനെ ലൈസൻസ് കൊടുക്കണ്ടേ? അല്ലേ? എന്തുമാത്രം വിഡിത്താണ് ഞാൻ പറഞ്ഞ. തൗഹീദ് പേച്ചോ സർവം പേക്കും. അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസാണ് സിഹറിന്റെ ഹദീസും. സയ്യിദെ 2 ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ കൂട്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കുന്നത് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് ഒരു വട്ടം കൂടി കൊടുത്തോളൂ. അപ്പോ സക്കറിയ സ്വലാഹി തേടണമെന്നോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി എന്റെ ചോദ്യം, വസീലത്ത് ശിർക്കാകും എന്ന് പറഞ്ഞു. അങ്ങനെ തേടാമെന്ന് പറഞ്ഞാൽ വ്യക്തമായി പോയാലോ? തേടാമെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ ബോധ്യായല്ലോ, വളരെ ബോധ്യായല്ലോ. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞു? നിങ്ങൾക്ക് ബോധ്യായത് പറഞ്ഞു. യാ ഇബാദല്ലാഹ് ഐനീനി എന്ന ഹദീസ് പ്രകാരം അമല് ചെയ്താൽ അത് വസീലത്ത് ശിർക്കാകും എന്ന് മുൻകാല ശിർക്കിലേക്കുള്ള വസീലയാവും എന്ന് മുൻകാല പണ്ഡിതന്മാരും സലഫു സാലിഹുകളും പറഞ്ഞത് മാത്രം എടുത്തുദ്ധരിച്ചാണ് അദ്ദേഹം ചെയ്തത്.
ശിർക്കാകും. ശിർക്കല്ല വസീയത്ത് ശിർക്കാണ്. രണ്ടും മോദിയായില്ലേ? ഇത് മുൻകാല അവിടെ പറയുന്നത് മുൻകാല സലഫുകൾ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുൻകാല സലഫ് ഈ ഹദീസ് പ്രകാരം അമല് ചെയ്താൽ അത് ശിർക്കാകും എന്ന് പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അസ്സലാമു ഏതെങ്കിലും മുൻകാല സലഫുകൾ ഇത് വസീലത്ത് ശിർക്കാണ്, ഹറാമാന്ന് പറഞ്ഞ ഒരൊറ്റ സലഫി പണ്ഡിതരുടെ പേരുകൾ പറഞ്ഞത്. അത് പരീക്ഷയുണ്ടാക്കിയ അല്ല, ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ വിഷയത്തില് സലഫി പണ്ഡിതന്മാരെ അഭിപ്രായമാണ് ഖുർആന്റെ സഹിയായ ഹദീസ്. അല്ലല്ല, എന്റെ ചോദ്യം വ്യക്തമാണ്. കാരണം ഞാൻ നിങ്ങളോട് വാദിച്ച് ജയിക്കാൻ വേണ്ടി ചോദിക്കല്ല. എന്റെ ചോദ്യം വ്യക്തമാണ്. അതായത് ഈ മുൻകാല സലഫുകൾ ശിർക്കല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ആ ഹദീസിനെ പറ്റിയിട്ടുണ്ട്. ആരാ മുൻകാല സലഫുകൾ? ആരൊക്കെ ഒന്ന് പറ. ഒരു 4 സലഫി പണ്ഡിതന്മാർ അല്ലെങ്കിൽ 5 സലഫിമാർ, ലക്ഷക്കണക്കിന് സലഫി പണ്ഡിതന്മാർ, അഥവാ സലഫുകളുടെ ആദർശമുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞ് കള്ളത്തര പറഞ്ഞത് കോറിട്ട് തെറ്റിദ്ധരിക്കരുത്. എന്താണ് മുൻകാല സലഫി പണ്ഡിതന്മാർ, മുൻകാല സലഫി പണ്ഡിതന്മാരെ അറിഞ്ഞ ആരാ? ഒന്നാമത്തെ സലഫി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയാണ് അതിൽ ഒന്നാമത് നേതാവ്. ഞാൻ പറഞ്ഞ നിങ്ങൾ പറയുന്ന കളവ് നിങ്ങൾ ആ കരുതി കൂട്ടിയല്ല, ആവേശത്തിന് പറഞ്ഞു പോവുക. ഞാൻ തിരിച്ചു തരാം. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പറഞ്ഞോളി. ഞങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യത പേടിക്കണ്ട. നമ്മളെ സൈഡ് ഓൻ നല്ല കുട്ടിയാ, ഓൻ ചോദിക്കണ്ട, 4-5 വട്ടം ചോദിക്കണം, പേടിക്കണ്ട. എന്റെ സൈഡ് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ മുൻകാല സലഫി പണ്ഡിതൻ, മുൻകാലം എന്ന് പറഞ്ഞ സലഫുകൾ എന്നാ. ഒന്നാമത്തെ സലഫി പണ്ഡിതൻ മഹാനായ അഷ്റഫുൽ ഖൽഖ്, പിന്നെ സഹാബത്ത്, പിന്നെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. ഈ 3 നൂറ്റാണ്ടിന്റെ അടിയിൽ ലക്ഷക്കണക്കിന് മഹാന്മാർ വന്നു. ഒരൊറ്റ മഹാനും ഇതിനോട് തേടിയിട്ടില്ല. മുങ്ങി മരിക്കുന്നു തേടിയിട്ടില്ല, അല്ലാത്ത പോയതില്ല. എന്നാൽ നിങ്ങൾ പിന്നെ വെറുതെ മുൻകാല സലഫി പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ കള്ളത്തരാവൂല സൈഡ്? അല്ല സൈഡ് അല്ലേ? ആവൂലേ? ഞങ്ങൾ പറഞ്ഞത് 3 നൂറ്റാണ്ടിന്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു മഹാൻ, റസൂലുള്ള അടക്കം ഏതെങ്കിലും ഒരു സഹാബി ജിന്നിനോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തേടിയ ഒരു ഹദീസ് എന്ന് പറഞ്ഞു തരും. അപ്പോഴെങ്കിലും പറഞ്ഞ സത്യമുള്ളൂ. തേടണം എന്ന് പറഞ്ഞാലല്ല ഹദീസ് കൊണ്ടുവരേണ്ടുള്ളൂ, തേടണ്ട എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പിന്നെയും കുത്തി മറിഞ്ഞു. അതാ എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചില്ല. ഈ ഹദീസിലേക്കുള്ള വസീലയാകുന്നു ശിർക്കാകൂല എന്ന് സലഫു സ്വാലിഹ്കൾ പറഞ്ഞിട്ടുണ്ട്. സലഫു സ്വാലിഹ്കൾ പറയെങ്കിൽ 3 നൂറ്റാണ്ടിന്റെ ഇടയിലെ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതന്റെ പേര് പറയും. ഞാനതാ പറഞ്ഞ ഈ ഹദീസ് ഒരുപാട് സലഫികൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹദീസ് ശിർക്കാകും എന്ന ഒരു ഉദ്ധരണി നിങ്ങൾ പറഞ്ഞാൽ മതി. ശരി, ഞാൻ മറ്റേ അദ്ദേഹത്തിന് മൈക്കൊടി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ വൈരുദ്ധ്യം, സക്കരിയ സലാഹിന്റെ അതേ വൈരുദ്ധ്യം നിങ്ങൾ കൊടുക്കുന്നത്. ആദ്യം തെറ്റാന്ന് പറയുക, പിന്നെ ക്രമേണ ശരിയാക്കി കൊണ്ടുവരും. എപ്പോ എന്റെ സൈഡ് അടയ്ക്ക് ഇഞ്ഞടക്ക് കൂടുതൽ ഞാനും കൂടെ മാത്രം തർക്കിക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും. എന്താ ഇപ്പൊ സൈഡും ഞാനൊരു വാദപ്രയോഗത്തിന്റെ ഒന്നാണോ? അങ്ങനെ നമുക്കൊരു കൈ നോക്കാം. ഒന്നുകിൽ നിങ്ങൾ മഞ്ചരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളെ പേരിക്ക് ഞാൻ വരാം. പിന്നെ ഇതിൽ സൈഡ് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, മുൻകാല സലഫി പണ്ഡിതൻ, മുൻകാലം എന്ന് പറഞ്ഞതിനെ സലഫുകൾ എന്ന് പറയാം. അപ്പൊ പൂർവീക 3 നൂറ്റാണ്ടിലെ ഒരൊറ്റ ഇമാമുദ്ദീൻ ചർച്ചനാക്കിയിട്ടില്ല. പറ്റൂലേ, വസീലയാണോ അല്ലേ? കാരണം അവര് ഹദീസ് ദുർബലാക്കി ആൾ ഒഴിവാക്കല അല്ലേ? പിന്നെ നിങ്ങൾ ആവർത്തിച്ച് പറയാം മുൻകാല സലഫി പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ താങ്കൾ അബദ്ധത്തിൽ പറഞ്ഞു പോകണത് അത് ശരിയല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. അങ്ങട്ട് മുൻകാല സലഫി പണ്ഡിതന്മാരൊന്നും ജിന്നിനോട് തേടാന്ന് പറഞ്ഞിട്ടില്ല. അതിന് തെളിവുമില്ല, സഹിയായ ഹദീസുമില്ല. എന്നാൽ പോലും സക്കരിയ സലാഹി പറഞ്ഞു വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴും ജിന്നിനോട് തേടിയാൽ അത് വസീലത്ത് ശിർക്കേ ആവുള്ളൂ, ശിർക്കല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായി. ആ മനസ്സിലായി നേരത്തെ സമ്മതിച്ചു. ഈ മനസ്സിലാക്കൽ തെറ്റാണ്. എന്തുകൊണ്ട് ഞാൻ എന്താ ശിർക്കാവുന്നത് നയിക്കാരം അല്ലേ? നമുക്ക് എല്ലാ കാര്യവും ഒറ്റ ചെയ്തവരാ. ഞങ്ങളോട് ചോദിച്ച ചോദ്യം അത് ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി എവിടെയും പറയുന്നുണ്ടോ? എല്ലാവർക്കും അതിനെ മൂപ്പര് ശിർക്കല്ല. പക്ഷെ മൂപ്പര് പറയും തേടാൻ പറ്റൂല എന്നും പറയും. തേടാൻ പറ്റൂലെങ്കിൽ പിന്നെ വലിച്ചെറിഞ്ഞാൽ പോലെ. അതാണ് ഇപ്പൊ ആശയം. കാര്യങ്ങൾക്ക് വ്യക്തമായി. അതിൽ നിന്നും പോരുക. ജിന്നിനോട് തേടുക എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരുടെ താവഴിയല്ല, സലഫു സാലിഹ്യങ്ങളുടെ താവഴിയല്ല, ഖുർആന്റെ താവഴിയല്ല, സ്വഹിയായ ഹദീസിന്റെ താവഴിയല്ല. എങ്കിൽ പിന്നെന്തിനാ ഞങ്ങൾ ജിന്നുകൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം? അതോട് ഒഴിവാക്കിയാൽ മതി. അടുത്ത ആൾ ചോദിച്ചോളി, അടുത്ത ആദ്യം ചോദിച്ചോളി. അല്ല എല്ലാ വിഷയവും ഒരു ഇങ്ങനെ കുറെ തർക്കം
ഉറക്കിച്ചാൽ സമയം കഴിഞ്ഞില്ലേ? ഇനി വേറെ ആൾ ചോദിച്ചതിന് ശേഷം വേണമെങ്കിൽ കൈമെടുക്കാം. സൈഡ് ഞാൻ മൈക്ക് തരും, പക്ഷെ ഒരേ ആൾ തരും. പേരല്ല, അടുത്ത ആൾ ചോദിച്ചിട്ട് തരാം, അടുത്ത ആൾ പറഞ്ഞിട്ട് തരാം. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ചോദ്യം കൂടിയാണ്. അതായത് ഇപ്പൊ നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് അറിയേണ്ടത് വസീലത്ത് ഷിർക്കെന്ന് സക്കരിയ പറഞ്ഞു, എന്നാൽ ഷിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞ ഈ ഹദീസ് ഷിർക്കാണെന്ന് പറയാൻ പണ്ഡിതന്മാരുണ്ടോ? അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനോ ഈ സക്കരിയ സലാഹിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുക. എന്ത് കൊണ്ടുപോവുക? ഏതാനും തഫ്സീർ കിതാബ് കൊണ്ടുപോവുക. എന്നിട്ട് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുക. വേണ്ട, അതിന്റെ 2 ആയത്ത് അപ്പുറത്തും ഓതി കൊടുത്തോളി. യൂലിജുല്ലൈല പിന്നഹാരിയോ യൂലിജുന്നഹാറ പില്ലൈൽ. നിങ്ങളൊരു വർത്താനം പറഞ്ഞാൽ പിന്നെ പറ്റും. ഇനി വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം കേൾക്കണം എന്നല്ല, വെറുതെ ഒരു ഹോബിക്ക് ചോദിക്കാന്ന് മനസ്സിലാവും. നമ്മളത് കേൾക്ക് സാറിന് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ശരിക്കും കേട്ടില്ലേ അല്ലേ? എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞ എന്താ ശ്രദ്ധിക്കുക? അവിടെ യാസ്മിൻ ഇപ്പം ഉണ്ടല്ലേ, മൂപ്പരെ കേൾക്കട്ടെ. അള്ളാഹ് ഖുർആനിൽ പറയണേ, യൂലിജുല്ലൈല പിന്നഹാരി യൂലിജുന്നഹാറ പില്ലൈൽ. അള്ളയാണ് രാവും പാലും ഉണ്ടാക്കിയതെന്ന്. ആരല്ല? മമ്പർത്തങ്ങളോ ബദരീങ്ങളോ മുഹിയദ്ദീൻ ഷേഖോ രാമനോ സീതയോ കൃഷ്ണനോ ഗുരുവായൂരപ്പനോ ശബരിമല അയ്യപ്പനോ ജിന്നോ മലക്കോ ശൈത്താനോ അല്ല. അള്ളയാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നവൻ. ഖമർ, ചന്ദ്രനെയും സൂര്യനെയും വിധേയനാക്കിയവൻ അള്ളയാണ്. കുല്ലു യജ്രീ മുസമ്മ, ഒക്കെ കണക്കനുസരിച്ച് നടക്കുന്ന ഒരു നിശ്ചിത പരിധിയിലേക്ക്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ റബ്ബ്. ഈ കഴിവുള്ളവരാണ് നിങ്ങളുടെ റബ്ബ്. ഇനി ഈ റബ്ബിനെ വിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് തേടിയാൽ അവരില്ല എംലിക്കൂന മിൻകത്തമീർ. നിങ്ങൾ തേടുന്ന ഈ ആൾക്കാര് അവരുടെ കയ്യിൽ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള പാട പോലും ഓൽക്ക് നിൽക്കില്ല, ഉടർസ്ഥതയിലില്ല. അത്തരം ടീമുകളോട് ഇൻതദുഹും, അവരോട് നിങ്ങൾ സഹായം തേടിയാൽ എന്നു തന്നെ ഇമാം ഖുർത്തുബി അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഐ ഇൻ തസ്തഗീസു ഫിന്നവായിദി, വിഷമത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ അവരോട് സഹായം തേടിയാൽ. എന്നാണ് ദമീർ. ആരോട്? കൽമലായിക്കത്തി, മലക്കുകളോട്. ഉൽ ജിന്നി, ജിന്നുകളോട്. ഉൽ ജിന്നി, ജിന്നുകളോട്. ഉൽ അംബിയായി, അംബിയാക്കന്മാരോട്. ഉൽ അഫ്നാമി, വിഗ്രഹങ്ങളോട്. ചില മുഫസ്സിറുകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞു, ഈസാ നബിയോട്, ഉസൈർ നബിയോട് ഇങ്ങനെ എടുത്തു പറഞ്ഞു. ഇത് എവിടെയൊക്കെ കാണാൻ അറിയോ പണ്ഡിതന്മാരെ? ഈ ജിന്നുകളോട് സഹായം തേടി എടുത്തു പറഞ്ഞാണ് ഇമാം ഖുർത്തുബി, അറിയപ്പെട്ട മുഫസ്സിറാണ്. ഇമാം അബു സഊദ് അറിയപ്പെട്ട തഫ്സീറാണ്. ഇമാം റാസി, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പഴയ പൗരാണിക പണ്ഡിതന്മാർ. എന്നോട് അങ്ങനത്തെ പണ്ഡിതനെ പരിഹാരം ഞാൻ 3 പണ്ഡിതന്മാരെ പേരാണ് തഫ്സീറിനോട് മസ്തർ അവരൊക്കെ. ഇനി ആധുനിക പണ്ഡിതനായ ഇമാം അൽബാനി, മൂപ്പർ പറഞ്ഞ ജിന്നിനോട് തേടൽ ഷിർക്കാണ്, കുഫ്റാണ്. ഇമാം നാസറുദ്ദീൻ അൽബാനിക്ക് ശേഷം സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അടുത്ത കാലത്ത് മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജനാസന്റെ ആദ്യമൊക്കെ നമ്മൾ ബംഗാളിയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ജിന്നിനോട് സഹായം തേടേണ്ട ഹുക്കും കുഫറും വശിർക്കും, അത് ഷിർക്കും കുഫറുമാണ്. അദ്ദേഹം പറഞ്ഞു. നമ്മൾ പഴയ പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തെളിവ് വേണ്ട? അപ്പൊ ഖുർആൻ ഉണ്ട്, ഇനി റസൂലുള്ളാഹിന്റെ ഹദീസും ഉണ്ട്. നീ വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന അച്ചേക്കുള്ള ഹദീസ് ഉണ്ട്. അത് സക്കരിയ സലാഹി എടവണ്ണയിലെ സംസാരത്തിൽ മൂപ്പര ഹദീസ് ഓതുന്നുണ്ട്. പോലെ ഖുർആനും സുന്നത്തും പോലെ. ഇബ്രാഹിം നബി ജിന്നോട് തേടിയില്ല, മൂസാ നബി തേടിയില്ല, ഈസാ നബി തേടിയില്ല, 1.25 ലക്ഷം അമ്പിയാക്കന്മാർ ആരും തേടിയില്ല. ഖുർആനിൽ പേര് പറഞ്ഞ 25 നബിമാരും തേടിയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്കാണ് ഒഴിവാക്കി. എന്താ സയ്യിദിന് കുടുങ്ങുന്ന സമയത്ത് അള്ളാഹ് എന്നെ കാക്കണെന്ന് പറഞ്ഞ എന്ത് കുഴപ്പം? മതി, ഇപ്പൊ ഞാൻ മതി. ഇനി അടുത്ത ആൾക്ക് ചോദ്യത്തിന് അവസരം. അടുത്ത ആൾ കൊടുക്കും. സയ്യിദെ പരിമിതി മനസ്സിലാക്കണം. നമ്മൾ ഡയറക്റ്റ് തമ്മിലുള്ള സംവാദമല്ല. അടുത്ത ആൾ അടുത്ത വിഷയം എഴുതിയെന്ന് ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. വേറെ ചോദിക്കൽ എഴുതിയിരുന്ന ചോദ്യം. നമ്മൾ നിബന്ധന ഉണ്ട് യാസ്മിനെ, നമ്മൾ നിബന്ധന ഉണ്ട്. ആദ്യം നിങ്ങൾ തന്നെ സംഘാടകർ പറഞ്ഞ ഒരാൾക്ക് 3 ചോദ്യത്തിലധികം ഒരു ടൈമിൽ കൊടുക്കരുത് എന്നുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് ഒരു ഡയലോഗായി മാറി. അല്ല, നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കാല്ല, എന്നാ എഴുതി കിട്ടിയ ചോദ്യം ചോദിച്ചോളൂ. പിന്നെന്താ ഉസ്താദ് ചോദിച്ചോളൂ, ഉറക്കം ചോദിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ചോദ്യം: والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്തത് ഒന്നും തന്നെ ഫർളാവുകയില്ല. ഫർളല്ലാത്ത ഒരു നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കാൻ പാടില്ല, നബിശരീഅത്തിലില്ല. അല്ലാഹു ചോദ്യത്തിൽ വരി വളരെ പരിമിത 8 മണിക്ക് അവസാനിപ്പിക്കണം. ഇത് ചോദ്യമാണിത്. അപ്പോ അള്ളാഹ് കൽപ്പിക്കാത്ത നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് അള്ളാഹു തആല ഖുർആൻ കൽപ്പിക്കുന്നു, സൂര്യന്മാരെ ഇരൾ മുറ്റുമ്പോൾ നമസ്കാരം നിലനിർത്തുക. പ്രഭാത നമസ്കാരവും ഖുർആൻ ഓതലും പ്രഭാത നമസ്കാരവും ഒരു സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ചോദ്യം പറയും. ചോദ്യം ഇത് തന്നെ. ഈ ളുഹർ അസ്ർ മഗ്രിബ് എങ്ങനെ ഉണ്ടായി? കാരണം അതിന്റെ പേരുകൾ വ്യാജമാണ്. ളുഹർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉച്ചയിൽ വരുന്ന സമയമാണ് ളുഹർ. നിസ്കരിക്കുന്ന ബാദുൽ ളുഹറാണ്. അതിന് പേര് ബാദുൽ ളുഹർ എന്ന് വേണം അറിയേണ്ടത്. മഗ്രിബ് നമസ്കാരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് മഗ്രിബ് ശംസി. അതിനുശേഷമുള്ളത്